ഹലോ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ കാണിക്കുന്ന ഒരു മിനി DIY നോട്ട്ബുക്കാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് എനർജി ബൂസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഫി കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ ഹൈറ്റും വിഡ്ത്ത് ഒരു 10.5 ആണ്. അപ്പോൾ മൊത്തത്തിൽ 21 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പേപ്പർ കട്ടർ വെച്ചൊന്ന് വരഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും മടക്കാനായിട്ട്. അപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ രണ്ടാമത് ഞാൻ പിന്നെ ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ പേപ്പർ കട്ടർ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഫ്രണ്ട് പേജിൽ നിന്ന് ഡിസൈൻ ചെയ്യുന്നതാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. പിൻട്രസ്റ്റിലെ കുറച്ച് ഇമേജസ് ട്രേസ് എടുത്തിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ഡയറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ ഒത്തിരി വട്ടം റബ്ബ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കളറിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് സ്പ്രെഡ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം അത്രയും വട്ടം നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ആ ചാർട്ട് പേപ്പറിൻ്റെ ആ ഒരു സർഫസ് ഒക്കെ വല്ലാണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ഫുൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ കൊടുക്കുന്നുണ്ട്. ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ ബ്രഷ് പെന്നിൻ്റെ കളേഴ്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടേണ്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ വാട്ടർ കളർ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ചാർട്ട് പേപ്പറിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് പേപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ബുക്കിൻ്റെ ബാക്കി വന്ന പേപ്പേഴ്സൊക്കെ തന്നെയാണ്. ഞാനത് രണ്ടായിട്ടേ മടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുമായിരുന്നു. വേറെ എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം സ്റ്റിക്ക് ചെയ്യുന്നത്. ആദ്യമേ ആ പേപ്പേഴ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ താളിനകത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ ഇരിക്കുന്ന നോട്ട്സിൻ്റെ ഒക്കെ ബാക്കി വന്ന പേജസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.